ഇടുക്കി ഡാമിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്കുള്ള ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറാണ് ഇത്. ബോട്ട് യാത്രയ്ക്ക് വേണ്ടി ഇനിയും സമയമുള്ളതുകൊണ്ട് ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. രാവിലെ തന്നെ തിരക്കായി തുടങ്ങി. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അവധിക്കാലമായതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് ഹിൽ വ്യൂ പാർക്കിലേക്കാണ്. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ പൈനാവ് വെള്ളപ്പാറ കൊലുമ്പൻ സമാധിക്ക് സമീപമാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പൈനാവ് പട്ടണത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയായാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്നും കുറച്ച് അധികം ഉള്ളിലേക്ക് കയറി ഒരു വനത്തിനുള്ളിലാണ് മനോഹരമായി ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ ആയതുകൊണ്ട് പാർക്കിൽ തിരക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പാസ് എടുത്ത് പാർക്കിൻ്റെ ഉള്ളിൽ കയറി. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ പാർക്കിൻ്റെ പ്രവർത്തനം. മനോഹരമായി ലോൺ വിരിച്ച് നിരവധി നിർമ്മിതികളുള്ള മനോഹരമായൊരു പാർക്കാണ് ഇത്. ഈ പാർക്കിൽ ചെറിയൊരു തടാകവും ആ തടാകത്തിൽ കൊട്ടവഞ്ചിയും ഒക്കെ കാണാം നമുക്ക്. വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറിയൊരു തടാകമാണ് ഇത്. ഈ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇടുക്കി ചെറുതോണി അണക്കെട്ടിന് സമീപം സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 8 ഏക്കർ വിസ്തൃതിയുള്ള മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഹിൽ വ്യൂ പാർക്ക്. ഈ പാർക്ക് മനോഹരമായൊരു വനത്തിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ധാരാളം സസ്യലതാദികൾ നമുക്ക് കാണാം. ഇതുപോലെയുള്ള മനോഹരങ്ങളായ നിരവധി നിർമ്മിതികളാണ് ഈ പാർക്കിനുള്ളിൽ ഉള്ളത്. വീടിനടുത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് മിക്കപ്പോഴും ഞാനിവിടെ വരാറുണ്ട്. പ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിലാണ് ഈ നിർമ്മിതിയെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ കാണുന്ന കുന്നിൻ്റെ മുകളിലാണ് വാച്ച് ടവർ നിർമ്മിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യമുള്ളതുകൊണ്ട് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ പാർക്ക്. ആ കാണുന്ന തടാകത്തിലൂടെ കൊട്ടുവഞ്ചി തുഴഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. ഈ കാണുന്ന തടാകത്തിലൂടെയുള്ള കൊട്ടുവഞ്ചിയിലൂടെയുള്ള യാത്രകൾ മാത്രമല്ല ഇവിടെയുള്ളത്. നിരവധിയായ സാഹസിക റൈഡുകളെല്ലാം ഇവിടെയുണ്ട്. സിപ്പ് ലൈനും സ്കൈ സൈക്കിളും ബർമ ബ്രിഡ്ജും അതുകൂടാതെ മറ്റ് നിരവധി സാഹസിക വിനോദങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ നിർമ്മിച്ചു വച്ചിട്ടുള്ള ഫ്രെയിമിലൂടെ ചെറുതോണി ഇടുക്കി ഡാമിനെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സഞ്ചാരികൾക്ക് വേണ്ടി ഇവിടെ. ഡാമിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്ക് സമയമായതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. കുട്ടികൾക്കെല്ലാവർക്കും വളരെ സന്തോഷമായി. ഈ കാണുന്ന വനത്തിൻ്റെ ഇടയിലൂടെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഡാമിലെ വെള്ളമാണ്. നിരവധിയായ ഔഷധ സസ്യങ്ങളുള്ള ഒരു വനമേഖല കൂടിയാണ് ഇത്. മനോഹരമായൊരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട് ഈ പാർക്കിൽ. ഇതൊരു ഗസ്റ്റ് ഹൗസാണ്. അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു ഇവിടെ നിന്ന്. അപ്പോഴാണ് ഞങ്ങൾ ആ കാര്യം മനസ്സിലാക്കുന്നത്. ഇവിടെ ട്രാഫിക് ജാമായി. ഞങ്ങൾ വരുമ്പോൾ ഇത്രയും വാഹനങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. സമയം രാവിലെ തന്നെയാണ്. അതിനുള്ളിലാണ് ഈ വാഹനങ്ങളെല്ലാം വന്നത്. ഈ വാഹനങ്ങളിൽ വന്നതെല്ലാം ടൂറിസ്റ്റുകളാണ് അങ്ങ് ദൂരെ നിന്നും. ലെറ്റ്സ് എൻജോയ് വെക്കേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.